ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. പരിചയമില്ലാത്ത ഒരു പ്രായമുള്ള വ്യക്തിയാണ് ഫോൺ വിളിക്കുന്നത് എന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഏതാണ്ട് 30 വർഷമായി അദ്ദേഹം ഒരു മിഷൻ സംഘടനയിൽ, മിഷൻ ആശുപത്രിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. 30 വർഷത്തിലധികം അദ്ദേഹം അവിടെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ 1-2 വർഷങ്ങൾ ആ ആശുപത്രി കടന്നുപോയത്. അവർ പലതരത്തിൽ വേട്ടയാടപ്പെട്ടു. അനേകർ ജയിലിലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ നിന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയറായപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നും മാറണം. എന്നെ ആദ്യമായി വിളിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ മുൻ പരിചയമില്ല. അദ്ദേഹം ചോദിച്ചു, ബ്രദറെ, എനിക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാമോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മിഷൻ ആശുപത്രികളില്ല. ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കിവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, നാട്ടിൽ പോകാൻ ആഗ്രഹമില്ലേ? മലയാളിയായി നിങ്ങൾക്ക് നാട്ടിൽ പോകുവാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. 30-ലധികം വർഷങ്ങൾ മിഷൻ വയലിൽ പ്രവർത്തിച്ച ആ വ്യക്തി കുടുംബമായി നാട്ടിൽ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, എനിക്ക് താമസിക്കുവാനൊരു സ്ഥലം ലഭിക്കുമോ? എനിക്ക് വളരെ വിഷമം തോന്നി. എനിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി 30 വർഷത്തിലധികം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിച്ച ആ കുടുംബം തിരികെ പോകുമ്പോൾ അവർക്ക് ഒരു വീടില്ല. 63 വയസ്സുള്ള 65ഓളം വയസ്സുള്ള അടുത്ത വയസ്സുള്ള ആ കുടുംബം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള സ്ഥലം തരും. രാവിലെ ഞാൻ മറ്റൊരു വീട്ടിൽ പോയിരുന്നു. എൻ്റെ നല്ല ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഒരു വിശ്വാസിയല്ല, തൻ്റെ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഏതാണ്ട് 17 ലക്ഷം രൂപയുടെ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്. വലിയ മുതലാളിയൊന്നുമല്ല, ബില്യനെയറൊന്നുമല്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് അയാൾ 20 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുക്കുന്നു. അയാളുടെ വണ്ടി നന്നായി ഓടിച്ചയാൾക്ക് 16 ലക്ഷം രൂപയുടെ 17 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുക്കുന്നു. 30-32 വർഷങ്ങൾ ഒരു മിഷൻ ആശുപത്രിയിൽ തൻ്റെ നല്ല കാലങ്ങൾ ചിലവഴിച്ച വ്യക്തിക്ക് അത് കഴിഞ്ഞു പോകുമ്പോൾ കയറി കിടക്കുവാൻ ഒരു വീടില്ല. ഞാൻ അദ്ദേഹത്തോട് ദൈവകൃപയാൽ പറഞ്ഞു, വരൂ, ഇത് ഒരു കുടുംബമായി നമുക്കൊരുമിച്ച് താമസിക്കാം. തീർച്ചയായിട്ടും വരണം. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനുണ്ട്. തൻ്റെ ഭാര്യ ഒരു നേഴ്സാണ്. നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി നമുക്ക് വേണ്ടി 2-3 പേർക്ക് വേണ്ടി 4 പേർക്ക് വേണ്ടി ഒക്കെ വീടുകൾ, എത്രയോ പണം മുടക്കി വലിയ സൗധങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവകാലം മുഴുവൻ മിഷൻ വയലിൽ അധ്വാനിക്കുന്നവരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ അറിയുവാൻ ശ്രമിച്ചാലല്ലേ അറിയൂ. നമുക്ക് മിഷനെ അല്പം കൂടെ കാര്യമായി ശ്രദ്ധിക്കാം. നമ്മളോടൊപ്പം ഒരു 100ഓളം മലയാളികളുണ്ട്. നാട്ടിൽ വീടില്ലാത്തവരാണ് അവരിൽ അനേകരും. തങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച അവരെപ്പറ്റി ചിന്തിക്കേണ്ടത് സഭയല്ലേ? ദൈവമക്കളല്ലേ? സാധാരണക്കാരോട് ഡ്രൈവറെയും
ഭക്ഷണം ഉണ്ടാക്കുന്നവരെയും കരുതുന്നു. നാം കർത്താവിന് വേണ്ടി അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ അറിയപ്പെടാത്തവരായി ജീവിതം മുഴുവൻ ചിലവഴിക്കുന്നവരെ പറ്റി നമുക്ക് ചിന്തിക്കാം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. God bless you.